എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിലും സ്വാദിഷ്ടമായും നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വറുത്തരച്ച മാന്തൽ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ആദ്യം നമുക്ക് ഒരു തേങ്ങ ചിരകിയത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ നിറം മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് 4 വറ്റൽ മുളകും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ വളരെ കുറച്ചിട്ട് വേണം നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ. തേങ്ങയുടെ നിറം ബ്രൗൺ നിറത്തിലേക്ക് മാറുന്ന സമയമാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ പച്ചമണം മാറി വരുമ്പോൾ വറുത്ത തേങ്ങ നമുക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം. ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് 5 ചെറിയ ഉള്ളി അരിഞ്ഞതും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നന്നായി അരച്ചെടുക്കാം. കറി തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാന്തൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റ് മുന്നേ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും വെള്ളവും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 3 പച്ചമുളക് കീറിയതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ മാന്തൽ കറി തിളച്ച് വരുന്നുണ്ട്. ഈ കറി ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ മാന്തൽ കറി ഉപയോഗിച്ച് തുടങ്ങാം. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ് വറുത്തരച്ച മാന്തൽ കറി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.